പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തില് വിശേഷാലായിട്ട് എല്ലാ മാസവും അമാവാസി പൂജകളും പൗർണമി പൂജകളും വളരെ പ്രാധാന്യത്തോടുകൂടി ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം അതിന് നമ്മൾ കൊടുക്കാനുള്ള കാരണം? ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ സമയത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും ഒന്ന് തെറ്റിപ്പോയാൽ നമ്മളുടെ ജീവിതം തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തീരുമാനം തെറ്റി, 2 തീരുമാനം തെറ്റി, 3 തീരുമാനങ്ങൾ തെറ്റുമ്പോൾ വർഷങ്ങൾ തന്നെ അതിന്റെ പേരിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പരാജയങ്ങളും കുടുംബജീവിതത്തിലുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന ഒരു കാര്യം, അന്നെടുത്ത ഒരു തീരുമാനം ശരിയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ പറയുന്ന രീതിയിലല്ലാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടായേനെ. അതായത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ എഫക്ട്സ്, ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം നമ്മളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സമയത്ത് ഈ തീരുമാനം നമ്മളെ എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ എല്ലാ ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളും സാഹചര്യങ്ങളെ കുറിച്ചുള്ളതായിട്ടായാലും എല്ലാ കാര്യങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് ആ തീരുമാനങ്ങൾ എടുക്കാറ്. നമ്മളുടെ കോമൺ സെൻസ് ഒക്കെ വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നു. എന്നിട്ടും അതൊരു 6 മാസമോ അല്ലെങ്കിൽ 3 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ അത് ഏറ്റവും മോശപ്പെട്ട ഒരു തീരുമാനമായിട്ട് മാറുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് എനിക്കത് സംഭവിക്കുന്നു എന്ന രീതിയിൽ ഓരോരുത്തരും അതിനെ ചിന്തിക്കുകയും അതിന് കാരണങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമവും നടക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്തു, ആ കാര്യം എപ്പോഴും ശരിയായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദൈവത്തിന് പോലും ഇമ്പോർട്ടൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പല കാര്യങ്ങളും ഈവൻ ഞാനടക്കം അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ദൈവികപരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ദൈവത്തെ കണ്ടുകൊണ്ടല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺട്രോളിലല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ഡിസിഷന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. എന്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തികളും, ഈ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വരുന്ന ഓരോ വ്യക്തികളും അവർ നാളെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, എന്ത് ചെയ്താലാണ് എനിക്ക് ജീവിത വിജയം ഉണ്ടാവാന്ന് ചോദിച്ചിട്ട് തന്നെയാണ് വരുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണത്. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയായി, നമ്മളൊരു ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്തു, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കറക്റ്റായിട്ട് മൂവ് ചെയ്തു, നമുക്ക് വിജയിക്കാനായിട്ട് പറ്റി. അപ്പോ ആ ഒരു തീരുമാനം ശരിയാവോ തെറ്റാവോ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർ പണ്ടെടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് തകർച്ച അനുഭവിക്കുന്ന അവസ്ഥയാണ്. 10 വർഷമായിട്ട് 15 വർഷമായിട്ട് പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരാള് 1 മാസം കൊണ്ട് രക്ഷപ്പെടണം എന്ന് പറയുന്നത് 100% പ്രാക്ടിക്കൽ അല്ല എന്നുള്ള അവർക്കും അറിയാം. ഇത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, വയസ്സൊക്കെ പോയി, ജീവിതത്തിൽ ഇനി എന്നാണ് സന്തോഷം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ചിന്തകളിലേക്ക് എത്തി. ചെറുപ്പകാലങ്ങളിൽ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയില്ല. നമ്മളെല്ലാത്തിനെയും എതിർക്കും, എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചോദ്യം ചെയ്യും, വളരെ ഈസി ആയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാതെയോ ഒരു കാര്യം ചിന്തിക്കാതെയോ അടിച്ചു പൊളിച്ച് നടക്കും. നാളെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെ ചെയ്ത കാരണമാണല്ലോ ഇങ്ങനെ വന്നേ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നതിനൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പൊയ്യാറ വിഷ്ണുമായ മഠം മറ്റുള്ളവരുടെ അടുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും നമ്മൾ ഇനി എടുക്കുന്ന തീരുമാനങ്ങളെ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും നമ്മളെ ഒന്ന് ശക്തിപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും കൃത്യതയോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും എങ്ങനെ ദൈവിക ശക്തി ഉപയോഗിക്കാം എന്നതിന്റെ കൃത്യമായ ഒരു പ്രാക്ടീസാണ്, കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെയും കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അവർക്ക് ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പൂജകളും ഹോമങ്ങളും ഗുരുതി പൂജകളുമെല്ലാം
കൃത്യമായി അവർ തന്നെ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു മാനസികമായ ശക്തി കിട്ടുന്നതിനും മാനസികമായിട്ടൊരു ധൈര്യം കിട്ടുന്നതിനും എന്ത് കാര്യവും നേരിടാമെന്ന് പറയുന്ന ഒരു ശക്തി ഓരോ വ്യക്തിക്കും കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് തന്നെയാണ് ജീവിത വിജയം. നമ്മുടെ ധൈര്യമാണ് നഷ്ടപ്പെടുന്നത്, നമ്മളുടെ ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത്, നമ്മളുടെ മാനസികപരമായിട്ടുള്ള ആ ബാലൻസിങ് അതാണ് നഷ്ടപ്പെടുന്നത്. മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ ഒരാൾ എടുക്കുന്ന തീരുമാനം 100% തെറ്റായിരിക്കും. അപ്പൊ മെന്റലി അവർ ക്ലിയർ ആവണം. ഇതിനെല്ലാം വിഷ്ണുമായ സ്വാമിയുടെ പൂജകളും ഹോമങ്ങളും ഗുരുതി പൂജകളും വളരെ റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ളവരിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്യുന്നു. എല്ലാ വ്യക്തികളും പൂർണ്ണമായിട്ടും ജീവിത വിജയം നേടാൻ നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് നേടും എന്ന് പറയുന്ന പോലത്തെ ഒരു അത്ഭുതവും ഈ ലോകത്ത് സംഭവിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായി നമ്മളെ ശക്തിപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന മേഖല ഏതു വേണമെങ്കിലും ആവട്ടെ, ബിസിനസ് മേഖലയാവാം, ജോലിയാവാം, കുടുംബജീവിതമാവാം, അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളാവാം, കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിന് വിഷ്ണുമായ സ്വാമിയുടെ ശക്തി ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള സത്യമാണ്. നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളതാണ്. ജീവിത വിജയമാവാം, നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാവാം, എന്ത് കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതാവാം, ഇതിനെല്ലാതും കൃത്യമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നടക്കും. അതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് മാത്രം ഉണ്ടായതുകൊണ്ട് വിജയിക്കില്ല, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആവണം. അപ്പോ നമ്മൾ ചെയ്യുന്നത് ശരിയായ കാര്യമായിട്ട് നമ്മൾ അതിനെ കൃത്യമായി പരിശീലിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ അതിശക്തമായിട്ടുള്ള നിമിത്തങ്ങളും ഭാഗ്യങ്ങളും നമ്മൾക്ക് കിട്ടി ജീവിതം വലിയൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് ഓരോ വ്യക്തികളെയും ഉയർത്തിയെടുക്കുക, അതിനവരെ സഹായിക്കുക എന്ന ഒരു കൃത്യമായ ഒരു റെസ്പോൺസിബിളായിട്ട് അതിനെ ചെയ്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ധർമ്മമാണ് പൊയ്യാറ വിഷ്ണുമായ മഠം ചെയ്യുന്നത്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കട്ടെ, അതിനു വേണ്ട ക്ഷമയും പ്രവർത്തനവും ബുദ്ധിയും ശക്തിയും ഉണ്ടാവട്ടെ എന്ന് പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.